കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ശബരിമല. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വിശ്വാസിയും രാവിലെകളിൽ എണീറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ടിവിയോ അല്ലെങ്കിൽ ഓൺലൈൻ വാർത്തകളോ കാണുമ്പോൾ മനസ്സിനകത്ത് കുറിച്ചിടുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഒരു സ്ത്രീ ശബരിമലയിലേക്ക് കടന്നു പോകരുത്. അത് തൻ്റെയും തൻ്റെ വിശ്വാസ ഭക്തജനങ്ങളുടെയും ആഗ്രഹമാണെന്ന് കരുതുന്നവരാണ് ഓരോ മലയാളിയും. അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാടിൻ്റെ മതേതരത്വ നിലപാടിനും മനുഷ്യ സ്നേഹത്തിനും മത ആചാരങ്ങൾക്കും വ്യക്തമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ ചിലരത് ചിലരുടെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഞാൻ ഇന്നലെ സ്പെഷ്യൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ ചിലർ ഇന്ന് ചില രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കിഡ്സ് ഓഫ് ലവിന്റെ പേരിൽ പ്രശസ്തിയാർജിച്ച് നവമാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ച് തൻ്റെ ശരീരഭാഗങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കാണിച്ചു കൊടുത്ത് ഇതാണ് സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് വിളിച്ചു പറഞ്ഞ രഹന ഫാത്തിമയെ ശബരിമലയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ചിലരുടെ കൈകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല, എങ്കിലും ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്: നമ്മുടെ നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുക, ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കുക, അതുമൂലം രാഷ്ട്രീയ ലാഭം കൊയ്യുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. വിഷയത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ടാക്കുന്നു. കേരളത്തിന്റെ പോലീസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ശരി തന്നെയാണ്. കുറച്ചാളുകൾ അങ്ങുമിങ്ങുമായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെ തല്ലിത്തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരക്കാരെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അതിലുമുണ്ട് ചില നല്ലവരായിട്ടുള്ള പോലീസുകാർ. ഹെൽമെറ്റിന്റെ കഥ ഞാൻ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. വ്യക്തമായ കാര്യങ്ങൾ പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രതീഷ് വിശ്വനാഥിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്ത പോലീസുകാരെ കുറിച്ചാണ് സ്പെഷ്യൽ റിപ്പോർട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാന്യതയുടെ മുഖം മൂടിയടിഞ്ഞ പ്രതീഷ് വിശ്വനാഥ് ശബരിമലയുടെ നിലയ്ക്കൽ മേഖലകളിൽ ശരണമയ്യപ്പ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്ന രീതിയിൽ ഭക്തജനങ്ങളെ വിശ്വസിപ്പിച്ച് തൻ്റെ സംഘടനയുടെയും തൻ്റെ ആശയങ്ങളുടെയും വളർച്ച കണ്ട പ്രതീഷ് വിശ്വനാഥിന് കേരള പോലീസ് കൊടുത്ത 8ന്റെ പണിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെയുള്ള വർഗീയ കോമരങ്ങളെ അടിച്ചമർത്തിയില്ലെങ്കിൽ നാളെ ഭക്തവിശ്വാസികൾക്കിടയിൽ ഇവർ കലാപത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. പോലീസിന്റെ ഇടപെടലുകൾ ചില കാര്യങ്ങളിൽ കൈയടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പല രീതിയിലുള്ള സംഘർഷാവസ്ഥകൾ ശബരിമലയുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ഭീകരരെ നേരിട്ടത് പോലീസിന്റെ മിടുക്ക് തന്നെയാണ്. കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള വർഗീയ കോമരങ്ങൾ
ആയുധങ്ങൾ ഇവിടുത്തെ ഹൈന്ദവർക്ക് നൽകാമെന്ന് പരസ്യമായി നവമാധ്യമങ്ങളിൽ പ്രസ്താവിച്ച ഒരാൾ, മറ്റൊരു മതത്തിന്റെ ആചാരത്തെ ചോദ്യം ചെയ്ത പ്രതീഷ് വിശ്വനാഥ്, അതിനുവേണ്ടി കോടതി കയറിയ പ്രതീഷ് വിശ്വനാഥ്, സ്വന്തം മതത്തിന്റെ ആചാരത്തിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് കേരള പോലീസ് കൊടുത്ത നടപടിക്കും മറുപടിക്കും ഒരു കയ്യടി പബ്ലിക് കേരളയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും ശബരിമലയിലേക്ക് രണ്ടും കൽപ്പിച്ചു പോയ രഹനയ്ക്കും വർഗീയ കോമരങ്ങൾക്കും കേരള പോലീസും സർക്കാരും ഭക്തവിശ്വാസികളും ഒക്കെ കൂടി ഒരു 8ന്റെ പണി നൽകിയത് കൊണ്ട് കേരളത്തിലെ ഭക്തവിശ്വാസികൾക്കും നല്ലവരായിട്ടുള്ള പൊതുജനങ്ങൾക്കും ഇന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാം. നാളെയിലെ ശബരിമലയെ കാത്തുകൊണ്ട് എന്തു സംഭവിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട്. നന്ദി, നമസ്കാരം. പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2019 കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 30 മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994422656 9495949878.